കോൺഗ്രസ് തൃക്കാരിയൂർ മണ്ഡലം കമ്മിറ്റി തൃക്കാരിയൂർ വില്ലേജ് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കും നികുതി നിർദ്ദേശങ്ങളിലും പ്രതിഷേധിച്ചുള്ളതായിരുന്നു സമരം. കോൺഗ്രസ് തൃക്കാരിയൂർ മണ്ഡലം കമ്മിറ്റി തൃക്കാരിയൂർ വില്ലേജ് ഓഫീസിന് മുമ്പിൽ കൂട്ടധർണ നടത്തി. മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ആലപ്പാട്ടിന്റെ അധ്യക്ഷതയിൽ നടന്ന സമരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഭാനുമതി രാജു ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രലേഖ ശശിധരൻ, വിജയൻ നായർ, ശശി കുഞ്ഞുമോൻ, പോൾ എസ് ഡേവിഡ്, ബഷീർ പുല്ലോളി, ഗുണവതി ശിവദാസൻ, പി കെ തമ്പി, വിജയൻ കോച്ചേരി, കൃഷ്ണകുമാർ പടിപ്പുര, ബേബി അറയ്ക്കൽ, മോഹനൻ ആയക്കാട്, സുഹറ അബ്ദുൽ ഖാദർ, തങ്കമ്മ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. വന്യജീവി നമ്മുടെ ആളുകളെ കൊന്നെടുക്കുമ്പോഴും കൃഷികൾ നശിപ്പിക്കുമ്പോഴും ഇന്ന് വരെ അതിനൊരു പരിഹാരം കാണുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. നമ്മളെല്ലാം ഒരു പേടിയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം കുട്ടമ്പുഴ പഞ്ചായത്തിൽ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റുമാർ നയിക്കുന്ന ജാഥ കടന്നു പോന്നു. ഇന്നലെ കുട്ടമ്പുഴ പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്ത് ഒരു കൂട്ടം ആനകൾ പുഴ കടന്നു വന്ന് അവിടെയുള്ള എബിയുടെ കൃഷികൾ നശിപ്പിക്കുകയും അവിടെ എല്ലാം തൂത്ത് തരിപ്പണമാക്കി തെങ്ങുൾപ്പെടെ വാഴ ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത്രയത്ര ഭീകരമായ വന്യമൃഗങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് പോലും ഇതിനെതിരെ ഒരു നടപടിയെടുക്കുവാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, 9 വർഷമായി ഈ കേരളത്തെ ഭരിച്ചു മുടിക്കുന്ന ഇടതുപക്ഷ സർക്കാർ എല്ലാം ശരിയാക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഭരണത്തിലേറിയ ഇവർ എന്താണ് ശരിയാക്കിയതെന്ന് മീഡിയകളിൽ കൂടിയും പത്രങ്ങളിൽ കൂടിയും ടെലിവിഷനിൽ കൂടെ നമുക്കറിയാൻ കഴിയും. GTV ന്യൂസ് കോതമംഗലം.